ഹലോ എവരി വൺ, വെൽക്കം ടു ജിപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ നഫി. എല്ലാവർക്കും മക്കളെ ജിപോഡിന്റെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നഫി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ എത്തി ഫസ്റ്റ് എക്സാം സോഷ്യൽ സയൻസ് ആണ്. ആ സോഷ്യൽ സയൻസിൽ ജോഗ്രഫിയിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോ. ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ലൈവുകൾ തരുന്നുണ്ട്. ആ ലൈവിൻ്റെ നോട്ട് കിട്ടാനും അതേപോലെ ലൈവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും കാര്യങ്ങൾ കിട്ടാനായിട്ട് നമ്മുടെ ക്ലാസ് 9ന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്തോ. ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ശേഷം നടക്കാൻ പോകുന്ന ആനുവൽ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ബാച്ചാണ് നമ്മുടെ എജുപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ച് ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. എന്താണ്? ഡിസ്ക്രൈബ് ദ മേജർ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് ദി പെനിൻസുല പ്ലേറ്റ്യൂ ഔട്ട്ലൈനിങ് ദ റെസ്പെക്റ്റീവ് നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ബൗണ്ടറീസിൽ. അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രധാന ഭൂമിശാസ്ത്രപരമായ വിഭജനങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയും മധ്യോന്നത അടുത്തേയും. ഇതിനെ രണ്ടിനെയും വിശദീകരിക്കാനാണ് ചോദ്യം. 4 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഏതൊക്കെയാണ്? ഡെക്കാൻ പ്ലേറ്റ്യൂ അഥവാ ഡെക്കാൻ പീഠഭൂമിയും സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തടവും. ശ്രദ്ധിക്കണേ, ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യണം. ഡെക്കാൻ പ്ലേറ്റ്യൂ ഈസ് എക്സ്റ്റെൻസീവ് പ്ലേറ്റ്യൂ ടു ദ സൗത്ത് ഓഫ് സത്പുര റേഞ്ചസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട്. അല്ലെ, പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നിവർക്ക് ഇടയിലായിട്ട് സത്പുര പർവ്വനിരക്ക് തെക്കായിട്ട് കാണുന്നതാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി അഥവാ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മൈക്കല ആൻഡ് മഹോദിയ ഹിൽസ് ഫ്രം ദ നോർത്തേൺ ബൗണ്ടറി ഓഫ് ഡെക്കാൻ പ്ലേറ്റ്യൂ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താ? മൈക്കല പർവ്വനിരകൾ, മഹോദിയോ കുന്നുകൾ, സത്പുര റേഞ്ചസ് എന്നിവ കൂടി ചേർന്നാട്ടോ. The term Deccan is derived from the Sanskrit word called Dakshin. Dakshin എന്നൊരു സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നിട്ടുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഡെക്കാൻ പ്ലേറ്റ്യൂല് ബസോൾട്ട്, ഗ്രാനൈറ്റ്, നീസ് പോലെയുള്ള ഒരുപാട് ശിലകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെക്കാൻ പ്ലേറ്റ്യൂ അഥവാ ഡെക്കാൻ പീഠഭൂമിയുടെ പല ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് ശ്രദ്ധിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വലുതാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞാൽ എന്താ? വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ടിലെ 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും സവിശേഷതകൾ വിശദീകരിക്കാനാണ് എന്ത് ഈ ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ എന്താണ് വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ട് അല്ലെ? പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഘട്ടത്തിന്റെയും സവിശേഷതകൾ 4 മാർക്കിന് എന്ത് ചെയ്തേക്കാം? എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചേക്കാം. അപ്പൊ ശ്രദ്ധിക്കണേ, വെസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1600 കിലോമീറ്റർ ഫ്രം ദി കന്യാകുമാരി ടു ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിലാണ് എന്ത് കാണുന്നത്? വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടം. ഈ വെസ്റ്റേൺ ഘട്ടിന്റെ പ്രത്യേകത എന്താണ്? നോർത്ത് ടു സൗത്ത് അല്ലെ, ഗുജറാത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് വരും തോറും ഇതിന്റെ ഹൈറ്റ് അഥവാ ഉയരം എന്ത് ചെയ്യുന്നുണ്ട്? കൂടിക്കൂടി വരുന്നുണ്ട്. ഈ വെസ്റ്റേൺ ഘട്ട് അഥവാ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഇത്? ആനമുടി. ശ്രദ്ധിക്കണം, ഏതാണ്? ആനമുടിയാണ്. നമ്മുടെ കേരളത്തിലാണ്. ഈ ആനമുടി എവിടെയുള്ളത്? ആനമല എന്ന് പറയുന്ന മലയിലാണ് കേട്ടോ. അത് മാത്രമല്ല, ഈ വെസ്റ്റേൺ ഘട്ടിനെ കേരളത്തിൽ ആനമല എന്നും ഏലമല എന്നും കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യദ്രി എന്നുമാണ് വിളിക്കുന്നത്. ഇവിടുത്തെ 2ാമത്തെ ഹൈറ്റ് കൂടിയത് ഏതാണ്? ദൊഡ്ഡാബേട്ടയാട്ടോ. ഇവിടുത്തെ 2ാമത്തെ ഹൈറ്റ് കൂടിയ മൗണ്ടൻ അഥവാ മല ഏതാണ്? ദൊഡ്ഡാബേട്ടയാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി ഈസ്റ്റേൺ ഘട്ടിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാവടി ഹിൽസ്, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി അല്ലെ, ജാവടി കുന്നുകൾ, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി, ഇതെല്ലാം കൂടി ചേർന്നാണ് ഇത് ഈസ്റ്റേൺ ഘട്ട് അഥവാ പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഈ ഈസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എങ്ങോട്ടേക്കാടാ? മഹാനദി ഡെൽറ്റ മുതൽ, ഒഡീഷയിലെ മഹാനദി ഡെൽറ്റ മുതൽ നമ്മുടെ നീലഗിരി ഹിൽസ്, നീലഗിരി കുന്നുകൾ വരെ ഏകദേശം 800 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നതാണ് എന്ത്? ഈസ്റ്റേൺ ഘട്ട് അഥവാ പൂർവ്വഘട്ടം. ഈ ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ജോയിൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? നീലഗിരി ഹിൽസ് അഥവാ നീലഗിരി കുന്നുകളിലാണ് കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ലൈവിന് ശേഷമുള്ള നോട്ടുകൾ കിട്ടാനായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? 9ാം ക്ലാസ്സിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ശേഷം ഏറ്റവും ബെസ്റ്റ് മാർക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എജുപോഡിന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ എജുപോഡിന്റെ ബൂസ്റ്റർ ബാച്ച് ജോയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് അവിടെ 2 സെറ്റ് ഓഫ് എക്സാംസ്, 2 സെറ്റ് ഓഫ് നോട്ട്, റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയറൻസ് ഓപ്ഷൻസ് എല്ലാം നമ്മൾ നമ്മുടെ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ റെഡിയാകും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടിരുന്നല്ലോ, ഡെക്കാൻ പ്ലേറ്റ്യൂ ആൻഡ് സെൻട്രൽ ഹൈലാൻഡ്സ് അല്ലെ. ഡെക്കാൻ പീഠഭൂമിയെയും മധ്യ ഉന്നത തടത്തെയും അഥവാ സെൻട്രൽ ഹൈലാൻഡ്സിനെ കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തടത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. ശ്രദ്ധിക്കണം, എന്താണ് സെൻട്രൽ ഹൈലാൻഡ്സ്? ആർ എക്സ്റ്റൻസീവ് പ്ലേറ്റ്യൂ റീജിയൻ ദാറ്റ് ലൈ ടു ദ നോർത്ത് ഓഫ് സത്പുര. സത്പുരയ്ക്ക് വടക്ക് ഭാഗത്തായിട്ട് കാണുന്നതാണ് ഇത് സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ആരവല്ലി മൗണ്ടെയ്ൻസ്, ശ്രദ്ധിക്കണം, ഇതിന്റെ വെസ്റ്റേൺ പാർട്ട്, ഈ ഒരു സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? ആരവല്ലി മൗണ്ടെയ്ൻസ് അഥവാ ആരവല്ലി പർവ്വനിരകളാണ്. അവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? മൽബാർ
മൽവ പ്ലേറ്റ് അഥവാ മൽവ പീഠഭൂമി. അത് മാത്രമല്ല ഈ ഭാഗത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, മൗണ്ട് അബു. ഈ സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തലത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മൗണ്ടെയിൻ ആണ് ഇത് മൗണ്ട് അബു. അത് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്, ഈ സെൻട്രൽ ഹൈലാൻഡ്സ് അഥവാ മധ്യ ഉന്നത തലത്തിന്റെ ഈസ്റ്റ് സൈഡ് അഥവാ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ് അഥവാ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആണ്, 2 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഹോംവർക്ക് ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്തിട്ട് 2 മാർക്ക് നിങ്ങൾ 4 പോയിന്റ് എഴുതിയാൽ മതി. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നത്, അതിന്റെ ആൻസർ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇത് മറ്റൊരു ഹോംവർക്ക് ആണ്. നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഒരുപാട് റിവേഴ്സ് അഥവാ നദികളുണ്ട് അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ താപ്തി നദിയുടെ സോഴ്സ് അഥവാ ഒറിജിൻ എവിടെയാ, മുൽത്തായി ആണ്. ട്രിബ്യൂട്ടറി ഏതാണ്, ഗിർണയാണ് അല്ലേ. അപ്പൊ അതേപോലെ നർമ്മദ നദിയുടെയും കൃഷ്ണ നദിയുടെയും സോഴ്സ് അഥവാ ഉത്ഭവസ്ഥാനവും ട്രിബ്യൂട്ടറി അഥവാ പോഷക നദിയും കൂടി നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, എക്സ്പ്ലെയിൻ വൈ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഫൈൻസ് ഫേവറബിൾ കണ്ടീഷൻ ഇൻ ദ ഡെക്കാൻ പ്ലേറ്റ്യൂ റീജിയൻ അല്ലേ. അതായത് ഈ ഡെക്കാൻ പീഠഭൂമിയിൽ കരിമ്പ് കൃഷി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് ഡെക്കാൻ പ്ലേറ്റ് അഥവാ ഡെക്കാൻ പീഠഭൂമിയിൽ കരിമ്പ് കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ കാരണം? ഒന്നെന്താ, ബ്ലാക്ക് ലാവ സോയിൽ ഇൻ ഡെക്കാൻ പ്ലേറ്റു. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ്. ഒന്നാമത്തെ കാരണം എന്താ, ബ്ലാക്ക് ലാവ സോയിൽ ഇൻ ഡെക്കാൻ പ്ലേറ്റു, ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ്. രണ്ടാമത് എന്താ, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആൻഡ് ലോങ് ക്രഷിംഗ് സീസൺ അല്ലെ, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും. മൂന്നാമത്തെ എന്താ, കമ്പാരിറ്റീവ്ലി ഹൈ സുക്രോസ് കണ്ടന്റ് ഇൻ ട്രോപ്പിക്കൽ വെറൈറ്റി ഓഫ് ഷുഗർ കെയിൻ. ഉഷ്ണമേഖലയിൽ വിളയുന്ന ഈ ഒരു കരിമ്പിൽ കാണുന്ന ഉയർന്ന സുക്രോസിന്റെ അംശം, അതായത് ഇവിടെ കൃഷി ചെയ്യുന്ന കരിമ്പിൽ നല്ല രീതിയിൽ സുക്രോസിന് അളവുണ്ടാവും, കറുത്ത മണ്ണുണ്ട്. അതുമാത്രമല്ല കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇവിടെ നല്ല രീതിയിൽ എന്ത് കൃഷി ചെയ്യാൻ പറ്റുന്നു, ഷുഗർ കെയിൻ അഥവാ കരിമ്പ് കൃഷി ചെയ്യാൻ പറ്റുന്നു. പിന്നെ 5 മാർക്കിന്റെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, മിനറൽ സോൺസ് അഥവാ ധാതു മേഖല. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കി. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, മിനറൽ സോൺസ് അഥവാ ധാതു മേഖലകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓരോ ഇന്ത്യയിൽ പെനിൻസുലാർ പ്ലേറ്റ് അഥവാ ഉപദ്വീപീയ പീഠഭൂമിയിൽ 5 മിനറൽ സോൺസ് അഥവാ 5 ധാതു മേഖലയുണ്ട്. ഓരോ മിനറൽ സോണും അവിടെ കാണുന്ന മിനറൽസ് അഥവാ ധാതുക്കളും പഠിച്ചു വെക്കണം കേട്ടോ. നോർത്ത് ഈസ്റ്റ് പ്ലേറ്റ് റീജിയൻ അഥവാ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശമുണ്ട്, സെൻട്രൽ റീജിയൻ അഥവാ മധ്യ മേഖലയുണ്ട്, സദേൺ റീജിയൻ അഥവാ ദക്ഷിണ മേഖലയുണ്ട്, സൗത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ തെക്ക് പടിഞ്ഞാറ് മേഖലയുണ്ട്, നോർത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ വടക്ക് പടിഞ്ഞാറ് മേഖലയുണ്ട്. ഇവിടങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, മിനറൽസ് അഥവാ ധാതുക്കൾ കാണാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണം. അപ്പൊ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റ് അഥവാ വടക്കിഴക്കൻ പീഠഭൂമി പ്രദേശം പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കേണ്ട എന്താ, ഓരോ പ്ലേറ്റ്യൂ റീജിയൻ അല്ലെങ്കിൽ ഓരോ മിനറൽ സോണും ഓരോ ധാതു മേഖലയും അവിടെ കാണുന്ന മിനറൽസ് അഥവാ ധാതുക്കളും അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് കാണുന്നത് പഠിച്ചു വെക്കണം. അപ്പൊ ശ്രദ്ധിക്കണം, എന്താടാ, നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു റീജിയൻ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റിലാണ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷയാണ്. അവിടെ ഏതൊക്കെയാ, കോള്, അയണോർ, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ് ആൻഡ് കോപ്പർ. അവിടെ എന്തുണ്ട്, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് പോലുള്ള ധാതുക്കൾ എവിടെ കാണുന്നുണ്ട്, നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റു റീജിയനിൽ. ഇനി സെൻട്രൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റിലാണ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര അല്ലെ. അവിടെ കാണുന്ന എന്തൊക്കെയാ, മാംഗനീസ്, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കോൾ അഥവാ കൽക്കരി, മൈക്ക അഥവാ അബ്രം, അയണോർ അഥവാ ഇരുമ്പയിര്, ഗ്രാഫൈറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട എന്താ, ഓരോ മിനറലും അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് കാണുന്നത്, ഓരോ മിനറൽ സോൺ അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് എന്നും അവിടെ കാണുന്ന മിനറൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അടുത്ത സദേൺ റീജിയൻ അഥവാ ദക്ഷിണ മേഖലയാണ്. അവിടെ കാണുന്ന മിനറൽസ് ഏതൊക്കെയാണ്, അയണോറും ബോക്സൈറ്റ് ആണ്. അത് ഏതൊക്കെ സ്റ്റേറ്റിലാണ്, നമ്മുടെ കർണാടക, തമിഴ്നാട് ഭാഗങ്ങളിലാട്ടോ. അടുത്ത ഏതാടാ, സൗത്ത് വെസ്റ്റേൺ റീജിയൻ അഥവാ തെക്ക് പടിഞ്ഞാറ് മേഖലയാണ്. അയണോർ ആൻഡ് ക്ലേ, ഇരുമ്പയിരും കളിമണ്ണും കാണുന്നുണ്ട് ഇവിടെ കർണാടകയിലും ഗോവയിലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മിനറൽ സോൺ ഉള്ളത്. ലാസ്റ്റ് വണ്ണാണ് ഇത് നോർത്ത് വെസ്റ്റേൺ റീജിയൻ. ഏതൊക്കെയാണ്, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. രാജസ്ഥാനെയും ഗുജറാത്തിന്റെയും ഭാഗങ്ങളാണ് എന്തിലുള്ളത്, നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഉള്ളത്. ഇതിൽ ഏതൊക്കെ മിനറൽസ് ആണ്, അത് കോപ്പർ, ലെഡ്, സിങ്ക്, യുറേനിയം ആൻഡ് മൈക്ക. ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ കാണാൻ പറ്റുക. അപ്പൊ ഇതേപോലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ ഡിസ്കസ് ചെയ്യും. ഇതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ലൈവിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടണമെങ്കിൽ, പബ്ലിക് എക്സാം നിങ്ങളുടെ ആനുവൽ എക്സാമിന് 9ാം ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എജുപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റാകും, അടിപൊളിയാകും, ഓക്കെ ആകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.